വിസ്മയം 2026 സ്നേഹപൂർവ്വം നന്ദി ഈ വേദിയിലേക്ക് വിളിച്ചത്. ആദ്യം തന്നെ എൻ്റെ പേര് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് ജോഷി എന്നാണ്. സ്വദേശം ചങ്ങനാശ്ശേരിയാണ്. നമ്മുടെ കൊച്ചുകുട്ടികളൊക്കെ കാണുന്ന ഡോറ, ജാക്കി ചാൻ, കുൻഫു പാണ്ട, മാർസുപ്പുലാമി ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു കഥാപാത്രങ്ങൾക്ക് ശബ്ദം കൊടുക്കുന്ന ഒരു എളിയ കലാകാരനാണ്. ഇതൊക്കെ പറയുമ്പോൾ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഒരു കയ്യടി തരും. ഇവിടുന്നും സപ്പോർട്ടില്ലേ? അതാണ്. അതുപോലെ തന്നെ നമ്മുടെ വിജയ് സൂര്യ ഇവരുടെ സിനിമകൾക്ക് മലയാളത്തിൽ ശബ്ദം കൊടുക്കുന്നു. എന്തായാലും ഒരു ചെറിയ ഗ്യാപ്പിൽ നിങ്ങൾക്ക് മുൻപിൽ കുറച്ച് സമ്മാനങ്ങൾ തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വന്നേക്കുന്നത്. ഇത് പറയുമ്പം കുറച്ച് ആൾക്കാർ ഉള്ളെങ്കിലും ഫ്രണ്ടിൽ നല്ല രസത്തിൽ വന്നിരിക്കുന്നു. ഇത് പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം എനിക്ക് തകഴിയിലായിരുന്നു പരിപാടി. അപ്പോൾ ഒരുപാട് കുട്ടികൾ അവിടെ ഉണ്ട്. ഞാൻ വന്നു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ആൾക്കാരുണ്ടോ ഇല്ലയോ നോക്കും. അപ്പോൾ ഒരുപാട് കുട്ടികളുണ്ട്. അപ്പോൾ ഞാൻ കുട്ടികളോട് ചോദിച്ചു, നിങ്ങളുടെ നാട്ടിൽ ലോകപ്രശസ്തനായിട്ടുള്ള ഒരു വിശ്വസാഹിത്യകാരനുണ്ട്, അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേരെന്താണെന്ന് അറിയാമെന്ന് ചോദിച്ചു. ലോകപ്രശസ്തനായിട്ടുള്ള ഒരു മുഖ്യ വിശ്വസാഹിത്യകാരനുണ്ട്, അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര്. അപ്പോൾ കുട്ടികളാരും ഉത്തരവൊന്നും പറയുന്നില്ല. അപ്പോൾ ഇപ്പോൾ ഏതിനുമൊക്കെ കുളു വേണമല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു കുളു തരാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേര് രണ്ടാമത് തുടങ്ങുന്ന ഒരു ഹിന്ദു ദൈവത്തിൻ്റെ പേരിലാന്ന് പറഞ്ഞു. ആദ്യം തകഴി പറഞ്ഞു, രണ്ടാമത് ഒരു ഹിന്ദു ദൈവത്തിൻ്റെ പേരിലാന്ന് പറഞ്ഞു. അപ്പോൾ പറയുന്ന ഒരു ബിരുദൻ ചേട്ടാന്നും പറഞ്ഞ് വിളിച്ചു. ഞാൻ പറഞ്ഞു ഓക്കെ ആണോ? അല്ലേ ഏട്ടാ, ഒരു കുളുവും കൂടെ തരാമോ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഒരു കുളുവും കൂടെ തരാം. അങ്ങനെയാണെങ്കിൽ ഈ അദ്ദേഹത്തിൻ്റെ മൂന്നാമത് തുടങ്ങുന്നത് കൊട്ടാരക്കരയും ജയിച്ച ഒരു മന്ത്രിയുടെ പേര് അദ്ദേഹത്തിൻ്റെ പേരിൻ്റെ അവസാനമുണ്ട്. അദ്ദേഹത്തിൻ്റെ മകൻ സിനിമാ നടനാണ് എന്നൊക്കെ ഞാൻ പറഞ്ഞു. ആദ്യം തകഴി പറഞ്ഞു, രണ്ടാമതൊരു ഹിന്ദു ദൈവത്തിൻ്റെ പേരുണ്ടെന്ന് പറഞ്ഞു, മൂന്നാമത് കൊട്ടാരക്കരയും ജയിച്ച ഒരു മന്ത്രിയുടെ പേര് അദ്ദേഹത്തിൻ്റെ പേരിൻ്റെ അവസാനം ഉണ്ടെന്നും പറഞ്ഞു. അപ്പോൾ ഈ ബിരുദം വീണ്ടും കൈവെക്കും ചേട്ടാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇനി കുളു ഇല്ല. അല്ലേ ഏട്ടാ ഉത്തരം പറയാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പറയണം. അങ്ങനെ ഭയങ്കര കയ്യടിയെ കൊടുത്തത് ഇവിടെ കൊണ്ടുവന്നു. ഞാൻ പറഞ്ഞു പറയാൻ ചേട്ടാന്ന് പറഞ്ഞു. ഞാൻ ഇങ്ങനെ മൈക്ക് വെച്ച് കൊടുത്തു. അപ്പോൾ അവൻ പറയുക തകഴി ശ്രീകൃഷ്ണ ഉമ്മൻചാണ്ടി എന്ന്. അവൻ നോക്കിയപ്പോൾ തകഴി ഒരു ഹിന്ദു ദൈവത്തെ പിടിക്കാൻ പറഞ്ഞപ്പോൾ ശ്രീകൃഷ്ണൻ, അന്ന് ഉമ്മൻചാണ്ടി സാർ ആയിരുന്നു മുഖ്യമന്ത്രി. അങ്ങനെ തകഴി ശ്രീകൃഷ്ണ ഉമ്മൻചാണ്ടി. അത് രസത്തിന് വേണ്ടി മാത്രം പറഞ്ഞാണ്. അപ്പോൾ എന്തായാലും കുറച്ച് സമ്മാനങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് തരാൻ പോവുകയാണ്. അതിനു മുമ്പായിട്ട് രസകരമായിട്ടുള്ള 1-2 ചോദ്യങ്ങളിലേക്ക് പോകാം. അത് കറക്റ്റായിട്ട് ഉത്തരം അറിയാവുന്ന ആളുകൾ കൈ ഒന്ന് പൊക്കിയാൽ മാത്രം മതി. ഓക്കെ, ഞാൻ ചോദിക്കാം. ആദ്യത്തെ ചോദ്യം ഇതാണ്. അടുക്കളയിലേക്ക് കയറുമ്പോൾ നമ്മൾ ആദ്യം വെക്കുന്നത് എന്താണ്? കൈ പൊക്കിയാൽ മതി. അടുക്കളയിലേക്ക് അവിടെ ഒരു സഹോദരി കൈ പൊക്കി. ഇങ്ങോട്ട് കയറി വാ, ഒരു മ്യൂസിക് ഇട്ട് തരാം. നല്ലൊരു കൈയടി കൊടുത്തേ. നല്ലൊരു കൈയടി ഉള്ള ആൾക്കാരെ മ്യൂസിക് കിട്ടോ. കയറി വാ. അയ്യോ മെഗാ സീരിയൽ അല്ല, ഇങ്ങോട്ട് കയറി വാ. ഇവിടെ വന്ന് നിൽക്കുവാ. ഞാൻ ചോദിച്ച ചോദ്യം ഏതായിരുന്നു അറിയാമോ? അടുക്കളയിലേക്ക് കയറുമ്പോൾ നമ്മൾ ആദ്യം വെക്കുന്നത് എന്താണെന്ന്. എന്താ? അയ്യോ ഞാൻ പേരാ ചോദിച്ച്. കാലാന്ന് പേര് പറ. കാല്. നല്ലൊരു കൈയടി കൊടുക്കും നീതുവിനെ. അത്രേ ഉള്ളൂ. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. സമ്മാനം ഉണ്ട് പോലെ കേട്ടോ. രായിൽ തുടങ്ങി രായിൽ അവസാനിക്കുന്ന ഒരു വാക്ക് ഏതാന്ന് പറയാം. രായിൽ തുടങ്ങി രായിൽ അവസാനിക്കുന്ന ഒരു വാക്ക്. പെട്ടെന്ന് കൈ പൊക്കിക്കൂ. പറഞ്ഞോ, നിങ്ങൾക്ക് പറയാൻ പറ്റും, എനിക്കറിയാം. രായിൽ തുടങ്ങി രായിൽ അവസാനിക്കുന്ന ഒരു വാക്ക്. ഇവിടെ ഒരാൾ ചിരിക്കുന്നുണ്ട്. ഇങ്ങ് വന്നേ കയറി വന്നേ, ഇങ്ങോട്ട് വാ. ഓടി വാ. നല്ലൊരു കൈ എടുക്കും മോൾക്ക്. നമ്മൾ വിളിക്കുമ്പം വേദിയിലേക്ക് കണ്ടോ, ഒരാളെ വിളിച്ചപ്പോൾ 2 പേര് കയറി വന്നു. അങ്ങനെയാണല്ലോ അല്ലേ? ഓക്കെ, പേര് പറഞ്ഞു. അഭിരാമി. നല്ല പേര്. 2 പേര് ഇവിടെ നിന്നോളൂ. രായിൽ തുടങ്ങി രായിൽ അവസാനിക്കുന്ന ഒരു പേരാണ് ചോദിച്ചേ അല്ലേ? അഭിരാമി അല്ലേ? 2:2 പേടിച്ച ഉത്തരം പറഞ്ഞാലും എന്നാലും കുഴപ്പമില്ല. ഓക്കെ, ഇനി ഞാനൊരു താരത്തിന്റെ ശബ്ദം അനുകരിക്കാം. അത് ഏത് താരത്തെയാന്ന് പറയണം കേട്ടോ. പോലെ എന്റെ പൊന്നു മാമച്ച, നിങ്ങൾ മരണം മാസല്ലേ? 350 രൂപ കൊടുത്ത് ഞാൻ ഒരു പൈൻറ്റ്. എന്റെ പൊന്നു ചേച്ചി ഇങ്ങോട്ട് കയറി വാ, ഒരു നല്ല കൈയടി കൊടുക്കണേ. നല്ലൊരു കൈയടി. മ്യൂസിക് പ്ലീസ്, മ്യൂസിക്. വാ മ്യൂസിക് ബാക്ക്ഗ്രൗണ്ട് ഇട്ട് തരണേ. കയറി വാ. വേറൊന്നുമല്ല, ഒരു താരത്തിൻ്റെയാ, ചതിക്കല്ലേ. പറഞ്ഞോ, പേരല്ലേ പറയണ്ട. അതാണ്. അപ്പൊ 1 2 3 4 പേര് അല്ലേ? ഓക്കെ. എടുക്കും തോറും വലുതാകുന്നത് എന്താണ്? കുസൃതി ചോദ്യമാണ്. എടുക്കും തോറും വലുതാകുന്നത്. വാടാ, അവിടെ ഒരു കാണത്തില്ല. കയറിപ്പോരെ. നല്ല കൈയടി കൊടുത്തേ. നല്ല കൈയടി. നമ്മൾ വിളിക്കുമ്പം വേദിയിൽ വരിക എന്നുള്ളതാണ് ഏറ്റവും വലിയ സംഭവം. ഓക്കെ, കയറുക. ഇങ്ങനെ വേണം ഓടി വരാൻ. പേര് പറഞ്ഞോ. എന്തായിരുന്നു ഉത്തരം? കുഴിയാണോ? എടുക്കും തോറും വലുതാകുന്നത് കുഴി. അത് തന്നെ, കുഴി. നേരത്തെ ഞാൻ ചോദിച്ചു അടുക്കളയിലേക്ക് കയറുമ്പം ആദ്യം വെക്കുന്നത് എന്താന്ന് ചോദിച്ചപ്പോഴത്തേക്കും ആരാണ്ട് കടുങ്കാപ്പിയോ ബിരിയാണി എന്നൊക്കെ പറഞ്ഞിരുന്നേ. അതൊന്നും അല്ല. അപ്പം നമുക്ക് ഇത്ര ആളുകൾ വന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇവർക്ക് നമുക്ക് സമ്മാനം കൊടുക്കാൻ നേരെ പോവാം. അതിനു മുമ്പേ
ഞാനൊരു ചെറിയ കാര്യം ചോദിച്ചോട്ടെ, അത് പുള്ളി വ്യത്യാസമില്ല, ചുമ്മാ ഒന്ന് പറഞ്ഞാൽ മതി. കൃഷ്ണമൂർത്തിയുടെ മൂത്ത പുത്രൻ രാമമൂർത്തി. കൃഷ്ണമൂർത്തിയുടെ മൂത്ത പുത്രൻ രാമമൂർത്തി. ഒന്നൂടെ. കൃഷ്ണമൂർത്തിയുടെ മൂത്ത പുത്രൻ രാമമൂർത്തി. ഒന്നും കൂടെ പറയും. കൃഷ്ണമൂർത്തിയുടെ മൂത്ത പുത്രൻ രാമമൂർത്തി. നല്ല കൈഡി കൊടുത്തേ, നല്ല കൈഡി. വന്നും പോയി. അല്ലേ, കുഴപ്പമില്ല. വാ അല്ല ചേച്ചി പറഞ്ഞോ. കൃഷ്ണമൂർത്തിയുടെ മൂത്ത പുത്രൻ രാമമൂർത്തി. കൃഷ്ണമൂർത്തിയുടെ മൂത്ത പുത്രൻ രാമമൂർത്തി. ഒന്നും കൂടെ, ഇച്ചിരി മ്യൂസിക്. കൃഷ്ണമൂർത്തിയുടെ മൂത്ത പുത്രൻ രാമമൂർത്തി. പെട്ടെന്ന് പറഞ്ഞു. കൃഷ്ണമൂർത്തിയുടെ മൂത്ത പുത്രൻ രാമമൂർത്തി. പറഞ്ഞോ. കൃഷ്ണമൂർത്തിയുടെ മൂത്ത പുത്രൻ രാമമൂർത്തി. ഇതൊക്കെ പ്രശ്നം ഉണ്ടായി, എന്നാലും കുഴപ്പമില്ല, കൈ അടിച്ചു. മാറി ഇന്ന് റിഹേഴ്സൽ എടുക്കുക രണ്ടുപേരുടെ. ഇങ്ങോട്ട് വാ. പറയും. കൃഷ്ണമൂർത്തിയുടെ മൂത്ത പുത്രൻ രാമമൂർത്തി. ഉറപ്പാ, മോള് പറഞ്ഞിരിക്കും. ഇങ്ങോട്ട് മാറിയുന്നേ. ഇവരൊക്കെ കാണട്ടെ, നമ്മുടെ ഷോ അല്ലേ, നമ്മുടെ വിസ്മയമല്ലേ. ഇങ്ങോട്ട് വാ. കൃഷ്ണമൂർത്തിയുടെ മൂത്ത പുത്രൻ രാമമൂർത്തി. അയ്യോ പറയൂ, എനിക്ക് വിശ്വാസമുണ്ട്, അതുകൊണ്ടാ. അയ്യോ നിങ്ങൾ രണ്ടുപേരും അങ്ങനെ പറഞ്ഞു. ഒരാൾ പറഞ്ഞു. കൃഷ്ണമൂർത്തിയുടെ മൂത്ത പുത്രൻ രാമമൂർത്തി. കൃഷ്ണമൂർത്തിയുടെ മൂത്ത പുത്രൻ രാമമൂർത്തി. കൃഷ്ണമൂർത്തിയുടെ മൂത്ത പുത്രൻ രാമമൂർത്തി. ശ്രീധർമ്മശാസ്താ ക്ഷേത്രം. ശ്രീധർമ്മശാസ്താ ക്ഷേത്രം. ഒന്നൂടെ. ശ്രീധർമ്മശാസ്താ ക്ഷേത്രം. ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം. ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം. അല്ല പറയും, മോള് കറക്റ്റ് പറയും. പറഞ്ഞു. അല്ല. ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം. ശ്രീധർമ്മശാസ്താ ക്ഷേത്രം. ശ്രീധർമ്മശാസ്ത്ര ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം. ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം. മുണ്ടിൽ ചെളി പുരളരുത്. മുണ്ടിൽ ചെളി പുരളരുത്. മുണ്ടിൽ ചെളി പുരളരുത്. പറ്റൂല. പറ്റും, എനിക്ക് നല്ല വിശ്വാസമുണ്ട്. മുണ്ടിൽ ചെളി പുരളരുത്. പറ്റൂല. മുണ്ടിൽ ചെളി പുരളരുത്. മുണ്ടച്ചേരി പുലര്. പുളകരുത്. റെഡിയാക്കണം ഇതെങ്കിലും. പറ്റും. മുണ്ടിൽ പറഞ്ഞേ. മുണ്ടിൽ ചെളി പുരളരുത്. മുണ്ടിൽ ചെളി പുരളരുത്. ഇല്ല. മുണ്ടിൽ ചെളി പുരളരുത്. മുണ്ടിൽ ചെളി പുരളരുത്. മുണ്ടിൽ ചെളി പുരളരുത്. മുണ്ടിൽ ചെളി പുരളരുത്. കൊള്ളാം, ഇത്രയും പേര് വന്നിട്ടുണ്ടല്ലേ. അപ്പൊ ഇങ്ങേറ്റത്തെ ഈ സിസ്റ്ററിന് ഒന്നാം സമ്മാനം കൊടുക്കണമെന്ന് ആൾക്കാരൊന്ന് കൈയടിക്കാവോ? ഓക്കെ, ഇനി ഈ ചേച്ചിക്ക് ഒന്നാം സമ്മാനം കൊടുക്കണമെന്ന് ആൾക്കാർ കൈയടിക്കാവോ? ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് വല്ലോണ്ട് ഭയങ്കര കൈയടി. ഇനി ഈ മക്കൾക്ക് കൈയടി ഒന്നാം സമ്മാനം കൊടുക്കുന്ന ആൾക്കാർ. ഓക്കെ, ഇനി ഇദ്ദേഹത്തിന് വീട്ടിൽ നിന്ന് പോലും ആരും വന്നിട്ടില്ലേ? ഓക്കെ, അപ്പം ഞാൻ വേറെ തമാശയാണ് കാര്യം. നമുക്കറിയാം, നമ്മളിപ്പോൾ വിളിക്കുമ്പോൾ വേദിയിലേക്ക് വരിക, അതാണ് അല്ലേ. അപ്പോൾ നമുക്ക് ഇതിന് 1, 2, 3 സമ്മാനങ്ങളില്ല. കാര്യം ജാതിയുടെയും മതത്തിൻ്റെയും വർഗത്തിൻ്റെയും ഒക്കെ പേരിൽ ഇപ്പോൾ അടിപിടി കൂടുന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾ വിളിച്ചപ്പോൾ ഈ സ്റ്റേജിൽ വന്ന ഈ 5 പേരും ഒന്നാം സമ്മാനത്തിന് അർഹരാണ്. ഇവർക്കെല്ലാം പടക്കപ്പെട്ടൊന്നൊരു കൈയടി കൊടുത്തത്. നല്ല കൈയടി. ഓക്കെ, അപ്പോൾ ഇവർക്ക് സമ്മാനം കൊടുക്കാനായിട്ട് മേഡം തന്നെ കൊടുക്കാം. ഇവർക്കെല്ലാം ഒന്നാം സമ്മാനം കൊടുത്തേ പെട്ടെന്ന്. ഒന്നാം സമ്മാനം പേരൊന്നുകൂടെ പറയാം. പേര് പൊക്കോളൂ. താങ്ക് യു. സിമി ബെൻസി. താങ്ക് യു. സമ്മാനം മേടിക്കാം. ഇനി ഇങ്ങനെ ആയിരിക്കില്ല രണ്ടുപേരും കേട്ടോ, കുറച്ചുകൂടെ എനർജി വേണം. അപർണ. അതിന് പറ്റും വ്യത്യാസമൊന്നുമില്ല. പേര് അപർണയ്ക്ക് ഒന്നാം സമ്മാനം. അവിടെ പേര് അഭിരാമിക്ക് ഒന്നാം സമ്മാനം. നന്നായിട്ട് പ്രസന്റ് ചെയ്തു കേട്ടോ. ഓക്കെ, പേര് ഒന്നുകൂടെ. ഒന്നാം സമ്മാനം. താങ്ക് യു മാഡം. താങ്ക് യു. അപ്പോൾ വീണ്ടും മറ്റൊരു ഗ്യാപ്പിൽ സമയം ഉണ്ടെങ്കിൽ ഞാൻ വരാം. കുറച്ച് കുട്ടികളുടെയൊക്കെ കാർട്ടൂൺ ശബ്ദവും പിന്നെ കുറച്ച് പുതിയ താരങ്ങളുടെയൊക്കെ ശബ്ദമായിട്ട്. എന്തായാലും ഒരിക്കൽ കൂടി നന്ദി. താങ്ക് യു.